സൂപ്പർ ഫിലിമാണ്. ഇത് വെറുതെ പറയല്ല, ഇത്രയും എനർജി. പിന്നെ ഒന്ന് മനസ്സിലായി, ചിലരൊക്കെ പറയുന്ന എനിക്ക് എനർജിക്ക് വേണ്ടിയിട്ട് ഡ്രഗ് അടിക്കുന്നവർ എന്തിയല്ല, ഇതൊന്നുമില്ലാതെ ഒരു സിനിമ കാണിച്ചു തന്നു. മനുഷ്യന് എനർജിയിലുള്ള പോസിറ്റീവ് എനർജി വരുന്നത് ഇതിൻ്റെ ആവശ്യമില്ല. വളരെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ ആ പയ്യൻ ചെയ്തിരിക്കുന്നത് ഒരു രക്ഷയും. ഐ എം റിയലി ഹാപ്പി. ഇതുപോലുള്ള സിനിമകളാണ് സമൂഹത്തിന് എനർജി കൊടുക്കുന്നത്. ഡ്രഗ്സും ഡ്രിങ്ക്സും ഒന്നും ഇല്ലാതെ അവർ കാണിച്ചത്. സൂപ്പർ ഫിലിം, നത്തിങ് എൽസ്. താങ്ക് യു സാർ. എങ്ങനെ ഉണ്ടായിരുന്നു? എന്താ പറയുക, അടിപൊളി സാർ. അതുപോലെ ഭയങ്കര ഫ്രഷ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഉറപ്പായിട്ടും ഈ സിനിമ പ്രോത്സാഹിപ്പിക്കേണ്ട സിനിമയാണ്. കാരണം ഡാൻസ് അതിമനോഹരമായിട്ട്, ഇത്രയും മനോഹരമായിട്ട് മലയാള സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ച സംശയമുണ്ട്. കാരണം ഗംഭീര ഒരു പുതിയ ഡയറക്ടറിൻ്റെ വരവ് കൃത്യമായിട്ട് അറിയാനുണ്ട്. പിന്നെ ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ ഓർത്തു വയ്ക്കാനും കുറേ നല്ല മുഖങ്ങൾ, പുതിയ ഫ്രഷേഴ്സിനെല്ലാം നമ്മുടെ മനസ്സിലുണ്ട്. അത്ര രസമായിട്ട് അഭിനയിപ്പിച്ചിട്ടുണ്ട്, കൊറിയോഗ്രഫി ചെയ്തിട്ടുണ്ട്. ഈ സിനിമ കഴിയുമ്പോൾ എല്ലാവരും പറയുന്നൊരു വാക്കാണ്, ഒരു നിറവുണ്ടായിരുന്നു ഈ സിനിമ. അതുകൊണ്ട് വിജയിക്കേണ്ട സിനിമയാണ്. ഇതിനു മുൻപ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് നമുക്കില്ല. അത്രയും നൊസ്റ്റാളജിക്കാണ്. ഈ ഒരു 80s 90s 85 ഉള്ള ആൾക്കാർക്ക് ഭയങ്കര ഒരു നൊസ്റ്റാളജി ഉണ്ടാക്കുന്ന മുഹൂർത്തങ്ങൾ ധാരാളമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല സിനിമയാണ്. വിനോദ് ചേട്ടൻ ചെയ്ത സിനിമ ഇസ് വെരി നൈസ്. കുറേ കാലമായിട്ട് ഷൂട്ട് ചെയ്ത് വെച്ച സിനിമ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം കുറേ പുതിയ ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ട്. ലെറ്റ്സ് വെൽക്കം ദം ഓൾ. നല്ല ആർട്ടിസ്റ്റ്, നല്ല പെർഫോമൻസ്, വെരി ടാലന്റഡ് ആക്ടേഴ്സ്. ആക്ച്വലി ഇറ്റ് വാസ് ലൈക്ക് എ ചിയേഴ്സ് അപ്പ്. അല്ലാതെ ടൈറ്റിൽ പറഞ്ഞുള്ള പിള്ളേർ ഞെരിച്ചു. അതെ ഇപ്പം എനിക്ക് ആ സംഭവം ക്ലിയർ ആയി. ആക്ച്വലി പിള്ളേർ ഞെരിച്ചു. നല്ലായിരുന്നു. കുട്ടികളെല്ലാം നന്നായി ചെയ്തിട്ടുണ്ട്. നല്ല മൂവിയായിരുന്നു. അതായത് ക്ലൈമാക്സ് കൊണ്ട് പൊളിച്ചിട്ടുണ്ട്. അടിപൊളിയുണ്ട്. ആരെയും മാറ്റി നിർത്താനില്ല. എല്ലാ കുട്ടികളും എല്ലാ കുഞ്ഞുങ്ങളും നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. എന്തോ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട. ഒരു പക്ഷേ ഒരു 90 കിഡ്സിനൊക്കെ ആ സ്റ്റൈൽ മനസ്സിലാവും. ഈവൻ മുടിയുടെ പോലും പങ്ക് സ്റ്റൈൽ എന്ന് പറയുന്നത് എനിക്ക് കാണുന്നത് പഠിച്ചു വളർന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ട്രിവാൻഡ്രം ബേസ് ചെയ്തിട്ടാണല്ലോ എൻ്റെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പം അവരുടെ ഭാഷയും സെൻറ്റ് സേവിയേഴ്സ് കോളേജും ഒക്കെ നമുക്ക് പരിചിതമാണ്. സോ എനിക്ക് ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റി ആ കാലമൊക്കെ. ആ മൂൺ വാക്ക് എന്ന സിനിമയുടെ പേരിനോട് നീതി പുലർത്താൻ അവസാനം വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു എന്ന് തോന്നിയത്? ഇല്ല, അങ്ങനല്ല. പക്ഷെ അതുവരെ വെയിറ്റ് ചെയ്യണം. അതിനു മുമ്പേ അവര് മൂൺ വാക്കിങ്ങിലേക്കുള്ളൊരു വാക്കിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. പെട്ടെന്ന് കയറി മൂൺ വാക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. എന്നാ പിന്നെ നമ്മൾ എഴുന്നേറ്റ് പോയിന്റ് വരില്ലേ? സിനിമ പിടിച്ചിരുത്തണമെങ്കിൽ അതുവരെ വെയിറ്റ് ചെയ്യണ്ടേ. എന്തായാലും നന്നായിട്ട് എല്ലാ ആശംസകളും. താങ്ക് യു സാർ. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സോ നെക്സ്റ്റ് ജനറേഷൻ നന്നായിട്ട് ഡാൻസ് ഒരു ഫിലിം ഹിറ്റ് ആവട്ടെ. ആ ഒരു കാലഘട്ടത്തിലെ ഡാൻസ് പിള്ളേർ ചെയ്യുന്നു തോന്നുന്നുണ്ടോ? പഴയൊരു ബ്രേക്ക് ഡാൻസും ഡിസ്കോ ഒക്കെയാണല്ലോ. ഷുവറായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നാളെ രാവിലെ ഫുൾ ഓഡിയൻസ് കയറണം. നല്ല മൂവിയായിരുന്നു. റിയലി ലൈക്ക്ഡ് ഇറ്റ്. എല്ലാവർക്കും വളരെ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ള ഒരു മൂവിയാണ്. എല്ലാവരുടെയും ഫസ്റ്റ് മൂവിയാണ്. സോ എവരിബഡി ലൈക്ക്ഡ് ഇറ്റ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം കേട്ടോ. ഞാൻ അവരെ ഡാൻസ് കളിക്കാൻ പറ്റില്ല. എനിവേ ഭയങ്കര പ്രതീക്ഷയിലാണ്, വലിയ പ്രതീക്ഷയിലാണ്. ഞങ്ങളെല്ലാം തിയേറ്ററിൽ വന്ന് കാണും. നമുക്ക് ചെയ്യാനുള്ള മാക്സിമം നമ്മൾ ചെയ്തു. ഒത്തിരി കഷ്ടപ്പെട്ട സിനിമ പുറത്തേക്ക് വന്നത്. പ്രേക്ഷകർ കൂടി നമ്മളിപ്പോൾ നിന്നാലാണ് ഇതുപോലുള്ള സിനിമകൾ ഇനി ഉണ്ടാവുക. താങ്ക് യു സോ മച്ച്. കാണുന്നത് ഇപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പോൾ എല്ലാവരും കാണണം. ആക്ച്വലി എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ എല്ലാം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല കൂടായിരുന്നു. പഴയൊരു 90s കിറ്റ് ആ ഒരു സംഭവമൊക്കെ തിരിച്ചു വരുന്ന ഡാൻസ് ഇഷ്ടപ്പെടുന്ന ഒരാളെന്നുണ്ടെങ്കിൽ കണ്ടിരിക്കാൻ ഒരുപാട് എൻജോയ് ചെയ്തു. മേക്കിങ്ങും സ്റ്റൈലും പെർഫോമൻസും എങ്ങനെ ഉണ്ടായിരുന്നു? മേക്കിംഗ് സ്റ്റൈൽ നോക്കുന്ന ഒരാളെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പഴയ സ്റ്റൈൽ എന്തായാലും പഴയൊരു 90s ഓർമ്മകളൊക്കെ ഉണർത്തുന്ന ലെവലിലുള്ള പെർഫോമൻസ് ആണ്. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടം തന്നെയാണ്. തീർച്ചയായും തിയേറ്റർ എക്സ്പീരിയൻസ് പടം തന്നെയാണ്. താങ്ക് യു. നല്ല പടമാണ്. പഴയ
കാലത്തേക്ക് കൊണ്ടുപോകുന്ന പടമാണ് ഒരു പടം. പടം നല്ലതാണ്, ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ്. 90s ബ്രേക്ക് ഡാൻസിൽ കുറച്ച് ചെറുപ്പക്കാരുടെ ഒരു കഥ പറഞ്ഞിരിക്കുകയാണ്. എക്സ്പെരിമെൻ്റലാണ്, സപ്പോർട്ട് ചെയ്യണം. പിള്ളേരും ഞെരിച്ചു എന്ന് പറയാം. നയിച്ചു ലാസ്റ്റ് ഒരു 10-20 മിനിറ്റ് നല്ല രീതിയാണ്. സോ ഡാൻസ് ലവേഴ്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്യും. പടം ഉണ്ടായിരുന്നു. മാത്രമല്ല സുഹൃത്തുക്കളുടെ കൂടെ ഒരു പടമാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ആകാംക്ഷയോടുകൂടിയാണ് ഞാൻ കാത്തിരുന്നത്. അപ്പോൾ ഇന്ന് കണ്ടപ്പോൾ പ്രതീക്ഷിച്ച പോലെ തന്നെ, പ്രത്യേകിച്ച് ഞങ്ങളുടെ കൗമാരക്കാരാണ്, ഒരു 80-90 കാലഘട്ടം കൂടിയാണ് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുകയാണ്. പിന്നെ ഇനിയിപ്പോൾ എന്തായാലും സ്പോയിലർ അലർട്ടൊന്നും ആവണ്ട, കാരണം ഇപ്പം നമ്മൾ കുറച്ച് പറഞ്ഞ മാതിരി ഏറ്റവും എന്താ പറയുക മാർജിനലൈസ്ഡ് ആയിട്ട് പോകുന്ന മനുഷ്യന്മാരും അവരുടെ കൂട്ടായ്മകളും അതുണ്ടാക്കുന്ന ഒരു മൂവ്മെൻറ്റുകളുണ്ട്. ഒരു ഒറ്റ ക്യാരക്ടറിലൂടെ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. എല്ലാവരും ഈ സിനിമ കാണണം, എന്തായാലും തിയേറ്ററിൽ തന്നെ ചെന്ന് കാണേണ്ട ഒരു എക്സ്പീരിയൻസ് ആണ് നല്ലൊരു സിനിമ. താങ്ക് യു. ബ്രോ എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് റിവ്യൂ കഴിഞ്ഞു? എക്സ്പെക്ട് ചെയ്ത റിസൾട്ട് തന്നെ എല്ലാവരും തിയേറ്റർ ഭയങ്കര കയ്യടിയൊക്കെ ഉണ്ടായ ഒരുപാട് മൊമെന്റുകൾ ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു സ്ക്രീനിൽ കണ്ടപ്പോൾ? ഭയങ്കര നമ്മൾ ഔട്ട് ഫുള്ളൗട്ട് കണ്ടിട്ടൊന്നുമില്ലായിരുന്നു. കുറച്ച് നമ്മൾ ഡബ് ചെയ്യുന്ന സംബന്ധമായ ഒക്കെ കണ്ടിട്ടില്ല. ഇതിൽ കണ്ടപ്പോൾ മൊത്തത്തിൽ ഒരു ഫീലും കുറേ വർഷത്തെ കഷ്ടപ്പാട് സ്ക്രീനിൽ കണ്ടപ്പോഴത്തേ ഇമോഷണലാണ്. എന്ത് പറയണം പറഞ്ഞൂടെ, ഫുൾ ക്രൂവിന് താങ്ക്സ് പറയണം. ചേട്ടാ പടം കണ്ടേട്ടാ. 90s ഒരു ഓർമ്മ കൊടുക്കുന്ന പഴയ ഡാൻസ് ബ്രേക്ക് ഡാൻസ് അങ്ങനത്തെ ഭയങ്കര രസമുണ്ടായിരുന്നു. ഐ മീൻ ഡാൻസ് മാത്രമല്ല ഇമോഷൻസ് ഒക്കെ ഭയങ്കരമായിട്ട് കണക്ട് ആയിട്ടുണ്ട്. പെർഫോമൻസ് ഒക്കെ എല്ലാവരുടെയും പിന്നെ എല്ലാവരും ഭയങ്കര ഉഗ്രനായിട്ടുണ്ട്. അതിൽ സിനിമ കണ്ടിട്ട് ആളുകൾ അഭിപ്രായം പറയട്ടെ. എനിക്ക് വളരെ ബ്യൂട്ടിഫുൾ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഡാൻസിൽ അധികം സിനിമകൾ നമ്മളിവിടെ കണ്ടിട്ടില്ല. ഇത്രയും ഗംഭീരമായിട്ട് ഒരു ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരുക്കിയ ഒരു സിനിമയാണ്. സൗണ്ട് ഡിസൈൻ ആയാലും മ്യൂസിക് ആയാലും സിനിമാറ്റോഗ്രഫി ആയാലും ഇത്രയും ഗംഭീരമായിട്ടുള്ള വിനോദ് സാറിൻ്റെ സിനിമയാണ്. അപ്പോൾ പരസ്യ മേഖലയിൽ ഒരുപാടധികം ഗംഭീര പരസ്യങ്ങൾ നമുക്ക് സമ്മാനിച്ച ഒരു വലിയൊരു പരസ്യ ഫിലിം മേക്കറാണ്, ആക്ഷൻ മേക്കറാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു സിനിമ വെഞ്ചറാണ്. എനിക്കും വളരെ പേഴ്സണലാണ് ഈ സിനിമ. എനിക്കറിയാമായിരുന്നു 2019 തൊട്ട് ഒരു ജേണിയിൽ എനിക്കതിൻ്റെ ചെറിയ പങ്കുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം ഈ സിനിമ കാണണം എന്ന് അങ്ങോട്ട് കൊതിച്ചായിരുന്നു. ആ സിനിമയുടെ ഓരോ പ്രോസസ്സിലും എനിക്കറിയായിരുന്നു. ഭയങ്കര കൊതിയായിരുന്നു ഈ സിനിമ കാണാൻ. അപ്പോൾ അത്രയും സാറ്റിസ്ഫൈഡ് ആണ്. ഒരു ലാസ്റ്റ് വരുന്ന ഒരു ഡാൻസും പരിപാടിയൊക്കെ എന്താ പറയുക, അധികം ഇവിടെ അങ്ങനെ നമ്മൾ അത്രയും സെലിബ്രേറ്റ് ചെയ്യാത്ത ലൈക്ക് പല ഡാൻസിലധികം നമ്മൾ കണ്ടിട്ടുള്ളൂ സിനിമകളൊന്നും ഇവിടെ. അപ്പോൾ വളരെ ഗംഭീരമായിട്ട് ഈ സിനിമ ഒരുക്കിയിട്ടുണ്ട്. റിയലി ലവ് ഇറ്റ്. ലൈക്ക് അത്രയും എഫേർട്ട് എല്ലാ ആർട്ടിസ്റ്റിൻ്റെയും കുറേ ന്യൂ കമേഴ്സിൻ്റെ ഗംഭീര പെർഫോമൻസും ഗംഭീര ലൈക്ക് ഡാൻസ് പെർഫോമൻസും എല്ലാം ഉണ്ട്. അപ്പോൾ എനിക്കും തിയേറ്ററിൽ എല്ലാവരും വന്ന് ഇത് കാണണം, സപ്പോർട്ട് ചെയ്യണം. നല്ലൊരു സിനിമ. ചേട്ടാ പടം എങ്ങനെയുണ്ടായിരുന്നു? ഒരു രക്ഷയില്ല, പിള്ളേരെ കണ്ട് പവർ പാക്ഡ് ആയിട്ടുള്ള കുറച്ച് സമ്മാനം വന്നിട്ടുണ്ട്. ചേട്ടാ പടം എങ്ങനെ? കാണേണ്ട സിനിമയാണ്, കണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു? ചെത്തായിട്ടുണ്ട്.